ഇതാണ് കുതിരാൻ തുരങ്കം. ദേശീയപാത 544 തൃശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന കുതിരാൻ തുരങ്കം. കുതിരാൻ മലനിരകളെ തുരന്നുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന 6 ലൈനാണ്. 2 തുരങ്കങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ ഇതിലേക്ക് ധാരാളം ആൾക്കാർ പോയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞെന്നുള്ളൂ. 920 മീറ്റർ ആണ് ഈ ഒരു തുരങ്കത്തിന്റെ ദൈർഘ്യം. ഇതിന്റെ ഒരു നിർമ്മാണം നല്ല രസം തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആണ്. ഇതിലൂടെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു അനുഭവം തന്നെയാണ്. പാലക്കാട് തൃശ്ശൂർ സ്ഥിരമായിട്ട് പോകുന്നവർക്കൊക്കെ ഇതൊരു വലിയ സംഭവം ഒന്നും ആയിരിക്കില്ല. പക്ഷെ ആദ്യമായിട്ടൊക്കെ ഇതിലെ പോകുന്നവര് ഒരു അമ്പരപ്പോട് കൂടി തന്നെയായിരിക്കും ഇതിലെ ഡ്രൈവ് ചെയ്യുക. പക്ഷെ നമ്മുടെ കാർ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കുതിരാൻ തുരങ്കത്തിലൂടെ പാസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ബൈക്കിന് പോയിട്ടുണ്ട്, പക്ഷെ കാറിലൂടെ ആദ്യമായിട്ടാണ് നമ്മൾ ഇതിലെ പാസ് ചെയ്യുന്നത്. ആ ഒരു അനുഭവം അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്, പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ നല്ല നിർമ്മാണമാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 6 ലൈൻ ആണുള്ളത്. അതുപോലെ ഒരു ഭാഗത്തേക്ക് പോകാൻ 3 ലൈൻ അങ്ങനെ പോകുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല ഗംഭീരമായൊരു യാത്ര തന്നെയാണ്. അപ്പോൾ ഈ ടണലിലൂടെ കുറേ ദൂരം അങ്ങ് പോയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ടണലിന്റെ അപ്പുറവശത്തുള്ള വെളിച്ചം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അങ്ങനെ ഇപ്പം എത്തും എന്നുള്ളൊരു ടെൻഡൻസിയോട് കൂടി നമ്മളവിടെ ചെന്ന് ആ പുതിയൊരു ലോകത്തേക്ക് എത്തിക്കഴിയുമ്പോഴല്ലോ ഒരു പ്രത്യേക ഒരു വൈബാണ്. നമുക്ക് കേരളത്തിലൊക്കെ ഈ തുരങ്കങ്ങൾ കുറവായതുകൊണ്ട്, പ്രത്യേകിച്ചും ഇപ്പം നമ്മുടെ വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തുരങ്കപാത വരികയാണ്. അത് 8 കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട് എന്നുള്ളതാണ്. പണി പൂർത്തിയാകുമ്പോൾ നമുക്ക് അത്രയൊക്കെ ആവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അതുപോലെയല്ല. ഒരു കിലോമീറ്റർ ചുവടെ 920 മീറ്റർ മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഇതിലെ പോകുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആന്തലാണ്. കാരണം വെച്ചാൽ ഒരു തുരങ്കമാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടല്ലോ. അപ്പൊ ഇതിലെ അങ്ങ് കടക്കുമ്പോൾ ഇതെന്താണ്, ഇത് നമ്മളൊരു ഗുഹയുടെ ഉള്ളിലേക്ക്, ഒരു മലയുടെ ഉള്ളിലേക്കാണ് കയറുന്നത്. ഇത് എവിടം വരെ എത്തും, എന്തായിരിക്കും സ്ഥിതി, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് സ്ഥിരമായിട്ട് പോകുന്നവർക്ക് ഇതൊരു പുതിയ അനുഭവം ആയിരിക്കില്ല. പക്ഷെ ആദ്യമായിട്ട് ഇതിലെ പാസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയൊരു ചങ്കിടിപ്പ് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ വരാത്തവരാണെങ്കിൽ, പോവാത്തവരാണെങ്കിൽ, പാലക്കാട് ജില്ലയിലേക്കൊക്കെ പോകുമ്പോൾ, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് പോകുമ്പോൾ, കുതിരാൻ വഴി പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും പോയി നോക്കുക. ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ഹരം തന്നെയാണ് നമ്മുടെ കുതിരാൻ തുരങ്കം എന്നുള്ളത്. അപ്പൊ ഏകദേശം നമ്മൾ കുതിരാന്റെ ആ എൻട്രൻസിലേക്ക് എത്തി, അത് പാലക്കാട് ജില്ലയുടെ എൻട്രൻസിലേക്ക് എത്തിയതാ. അപ്പൊ ഇവിടെ ചെല്ലുമ്പോൾ പുതിയൊരു ലോകത്തേക്ക് വെളിച്ചമൊക്കെ വീശി പച്ചപ്പൊക്കെ കാണുന്ന ഒരു പ്രദേശം. അടിപൊളി യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളി യാത്ര. അപ്പൊ നിങ്ങൾ എന്തായാലും പോകാത്തൊരു തീർച്ചയായിട്ടും പോയി നോക്കണം.